നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ 2 സർവീസുകളും കരിപ്പൂരിൽ 1 സർവീസും ഇന്ന് മുടങ്ങി. കരിപ്പൂരിൽ വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു. 2 ദിവസത്തിനകം പൂർണ്ണ പരിഹാരമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ സമരം ഒത്തുതീർത്തിട്ടും യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. രാവിലെ 5:15-നും 9:30-ക്കും പുറപ്പെടേണ്ടിയിരുന്ന ദമാം അബുദാബി സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്നുള്ള റാസൽ ഖൈമ സർവീസ് മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ ഇന്ന് 2 സർവീസുകൾ റദ്ദാക്കി. പുലർച്ചെ 2:05-ന് ഷാർജയിലേക്കും രാവിലെ 8 മണിക്ക് ബഹ്റൈനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂവിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ജീവനക്കാർക്ക് ഇത് ഹാജരാക്കാൻ സാധിക്കാത്തതാണ് സർവീസുകളെ ബാധിച്ചത്. ചൊവ്വാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകുമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട കരിപ്പൂർ ബഹ്റൈൻ എയർ ഇന്ത്യ വിമാനം വൈകിയതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. രാവിലെ 10:10-ന് പുറപ്പെടേണ്ട ബഹ്റൈൻ വിമാനം വൈകിട്ട് 6:30-നാണ് പുറപ്പെട്ടത്. 24 മലപ്പുറം. കുവൈറ്റിൽ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ സബാഹിന്റേതാണ് ഉത്തരവ്. ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ റദ്ദാക്കി. ദേശീയ അസംബ്ലിയുടെ അധികാരങ്ങൾ അമീർ ഏറ്റെടുക്കും. കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുവൈറ്റ് ടിവിയിലൂടെയാണ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് സുപ്രധാനമായ ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ 4 വർഷത്തിൽ കൂടാത്ത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യാനും അമീർ ഉത്തരവിട്ടു. അടുത്ത കിരീടാവകാശിയെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും ചിലർ ഇടപെടാൻ ശ്രമിക്കുന്നു. കൂടാതെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും മറ്റുമാണ് തന്നെ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതനാക്കിയതെന്നും അമീർ പറഞ്ഞു. രാജ്യത്തെ ജനതയുടെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അനുസൃതമല്ലാത്ത ശൈലിയിൽ കടുത്ത അസംതൃപ്തിയുണ്ടെന്നും ഭരണകൂടത്തെ നശിപ്പിക്കുവാനോ ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുവാനോ ഒരിക്കലും അനുവദിക്കില്ലെന്നും അമീർ വ്യക്തമാക്കി. അതോടൊപ്പം രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും അമീർ പറഞ്ഞു. രാജ്യ താൽപര്യം മുൻനിർത്തി പാർലമെന്റ് പിരിച്ചുവിടുന്നതിനോടൊപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51, 65, 71 സസ്പെൻഡ് ചെയ്യുമെന്നുമാണ് അമീറിന്റെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 4-നാണ് രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ നിലവിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ തുടർന്നാണ് അപ്രതീക്ഷിതമായി അമീർ പാർലമെന്റ് പിരിച്ചുവിട്ടതായി കുവൈറ്റ് ടിവിയിലൂടെ പ്രഖ്യാപിച്ചത്. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ഖത്തർ പ്രവാസി ചിത്രകാരി നിദ ജോളിയുടെ ചിത്രപ്രദർശനം കളറിംഗ് ദി കൾച്ചറൽ ടു ദോഹയിൽ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷനാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആലപ്പുഴയിൽ നടത്തിയ പ്രദർശനത്തിന്റെ തുടർച്ചയാണിത്. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, മുൻ പ്രസിഡന്റ് PN ബാബുരാജൻ, എബ്രഹാം ജോസഫ്, അജ്പാക് പ്രസിഡന്റ് ഷെഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലയാള സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സർക്കാർ കൂടുതൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് നടൻ പൃഥ്വിരാജ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, നടി അനശ്വര രാജൻ, നിർമ്മാതാവ് മുകേഷ് R. മേത്ത, തിരക്കഥാകൃത്ത് ദീപു പ്രദീപ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ 20 സീറ്റിലും UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു. സൗദി ദമാമിൽ OICC ദമാം റീജിയണൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 20 പാർലമെന്റുകളിലും UDFന് വിജയം ഉറപ്പു നൽകുന്ന സാഹചര്യമാണുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിച്ചുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു പറഞ്ഞു. 20 പാർലമെന്റ് മണ്ഡലങ്ങളും UDFന് ജയിക്കാൻ കഴിയുന്ന മികച്ച സാഹചര്യം നാട്ടിൽ നിലവിലുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുന്നു. ഒരു ഇന്ത്യ മുന്നണി ഗവൺമെന്റ് രാജ്യത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റ് എത്തുമെന്ന സന്തോഷകരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രവാസികളുടെ ഓരോ വോട്ടും
ഏറെ നിർണായകമായിരുന്നു. വോട്ട് രേഖപ്പെടുത്താനെത്തിയ എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടുമുള്ള കടപ്പാടും നന്ദിയും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു അറിയിച്ചു. പ്രവാസി സുഹൃത്തുക്കൾ ധാരാളം ആൾക്കാർ നാട്ടിൽ വോട്ട് ചെയ്യാൻ വന്നിരുന്നു. ഞാൻ അവരുടെ എല്ലാം പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ എല്ലാ സഹായം ഈ തെരഞ്ഞെടുപ്പിൽ നല്ലത് ഐക്യജനാധിപത്യ ഈ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ BJP 2 സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ: കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP ഇതേ അളവിലുള്ള ആത്മവിശ്വാസമാണ് കേരളത്തിൽ പ്രകടിപ്പിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് അവർ കാണിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടിൻ്റെ അടുത്ത് നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ അകത്തില്ല. അതാണ് കേരളത്തിൽ നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം. 2019 തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് മത്സരിച്ചത്. 2,97,000 വോട്ടാണെന്ന് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് ലഭിച്ചത്. അതിൻ്റെ പകുതി പോലും ഇത്തവണ BJPക്ക് അവിടെ ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലമായി വടകര മാറുമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു പറഞ്ഞു. വർഗീയത ഏറ്റവും നഗ്നമായി എടുത്ത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു പാർട്ടിയാണ് CPM. ഇത്ര നിർലജ്ജം ജാതി പറയുക, ജാതി പ്രചരിപ്പിക്കുക, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക CPMൻ്റെ ഒരു പരമ്പരാഗത ശൈലിയാണ്. വടകരയിൽ അതേ കാർഡാണ് അവരെടുത്ത് പ്രയോഗിച്ചത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടുന്ന ഒരു മണ്ഡലമായി വടകര മാറും. വാർത്താ സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേതാക്കളും സംബന്ധിച്ചു. സുബൈറുദ്ദൂർ, 24 ദമ. ഫോമ എംപയർ റീജിയൻ കൺവെൻഷനും ഫോമ ഇന്റർനാഷണൽ കൺവെൻഷന്റെ കിക്ക് ഓഫും നടന്നു. പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് ഷോളി കുമ്പിളുവേലി അധ്യക്ഷയായി. ബിജു തോണിക്കടവിൽ, നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ഷിനു ജോസഫ്, ബെറ്റി ഉമ്മൻ, ടിന ആശിഷ്, കുഞ്ഞുമാലിൽ എന്നിവർ സംസാരിച്ചു. ഫോമയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നവരെ പരിചയപ്പെടുത്തുന്ന മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയും നടന്നു. കൺവെൻഷൻ ഇനാഗ്രേറ്റ് ചെയ്ത നിങ്ങളുടെ എല്ലാവരെയും അനുഭവത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിലാണ് അമിത്ഷായെ പിൻഗാമിയാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് കെജ്രിവാൾ വിമർശിച്ചത്. ഒരു പടി കൂടി കടന്ന് യോഗി ആദിത്യനാഥിനെ മോദി അപ്രസക്തനാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തൊട്ടുപിന്നാലെ 75 വയസ്സ് കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്ന് അമിത്ഷാ വിശദീകരിച്ചു. BJP പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ. പ്രായപരിധി പറഞ്ഞ് LK അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിക്ക് 2 വർഷം കഴിഞ്ഞാൽ 75 വയസ്സാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തഴഞ്ഞ് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. നരേന്ദ്രമോദിക്ക് പ്രായപരിധി ബാധകമല്ലെന്ന് അമിത്ഷായുടെ മറുപടി. 2029 नरेंद्र തന്നെ നയിക്കുമെന്നും അമിത്ഷാ. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है. ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना चाहिए. കേജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ആദ്യ ദിവസം തന്നെ BJPയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ചയാക്കാൻ കഴിഞ്ഞത് നേട്ടമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി പ്രചരണം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളുടെ എണ്ണം BJPയും വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തു പകർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു. നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനാകില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു.
ഹനുമാൻ ഭക്തനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന്. ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക്. കാത്തുനിന്ന പ്രവർത്തകർ ആവേശത്തോടെ നേതാവിനെ സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി ജയിലിൽ അടയ്ക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. केरल के सीएम के पीछे पड़े हैं, अगर ये चुनाव जीत गए मेरे से लिखवा लो एफिडेविट के ऊपर. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनराई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളിൽ റോഡ് ഷോയിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. ജയിൽ തകർത്ത് കെജ്രിവാൾ പുറത്തു വന്നെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ജയിലിൽ നിന്നും പുറത്തു വന്ന കേജ്രിവാളിന്റെ ആദ്യ റോഡ് ഷോയിൽ 1000-ലധികം വരുന്ന പ്രവർത്തകരാണ് അണിനിരുന്നത്. ഇതേ ആവേശം നിലനിർത്തി കൂടുതൽ റാലികൾ സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി പദ്ധതിയിടുന്നത്. ക്യാമറാമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. വടകരയിൽ UDF പരിപാടിയിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരാമർശവുമായി RNP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ. അശ്ലീല വീഡിയോവുമായി ബന്ധപ്പെട്ടാണ് പരാമർശം. പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഈ സമയം വേദിയിലുണ്ടായിരുന്നു. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാക്കാം. ആരെല്ലാം ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹന്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? പരാമർശം വിവാദമായതിനു പിന്നാലെ KS ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചു. അനുചിതമായ പ്രസ്താവനയിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് കാണിച്ചു ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPIM വടകരയിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം നിലപാടുകളിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നതെന്ന് PMA സലാമും വിമർശിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാണെങ്കിൽ CPIM തിരുത്താൻ തയ്യാറാകുമോ എന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ ചോദ്യം. CPIM വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന മുദ്രാവാക്യവുമായാണ് വടകരയിൽ UDF RMP ജനകീയ ക്യാമ്പയിൻ നടത്തിയത്. ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നാണ് വടകരയിൽ CPIM വർഗീയ പ്രചാരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയ വിഭജനമുണ്ടാക്കി ആളുകളെ രണ്ട് ചേരിയിലാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ്. എന്റെ ചോദ്യം, ആ BJPയും ഈ വടകരയിലെ CPM-ഉം തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുപേരും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാണെങ്കിൽ CPM തിരുത്താൻ തയ്യാറാകുമോ എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം. ഞാൻ നല്ലവനായ ഉണ്ണിയായിട്ടോ, ഞാൻ ഹരിശ്ചന്ദ്രനായിട്ടോ, അതല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിട്ടോ ഒന്നുമല്ല. എനിക്ക് ഒരു കാര്യം കളങ്കമില്ലാതെ പറയാൻ പറ്റും. എനിക്ക് വർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാളും ഇഷ്ടം 100 തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് CPM ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം. മനുഷ്യരെ ശത്രുക്കളാക്കുന്ന, മനുഷ്യരെ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ജീവിതത്തിൽ സമാധാന ഭംഗമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി. A. റഹീം മൂർഖനേക്കാൾ വലിയ വിഷമെന്നായിരുന്നു RMP നേതാവ് N. വേണുവിന്റെ വാക്കുകൾ. 24 കോഴിക്കോട്. നാലാം ഘട്ടം മറ്റന്നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions.
നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 96 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെയും അഴിമതിക്കാരുടെയും കൂട്ടായ്മയായി ഇന്ത്യ സഖ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന ചട്ടലംഘനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കുറ്റപ്പെടുത്തി. നാലാം ഘട്ടത്തിലെ കുട്ടിക്കലാശവും അത്യന്തം ആവേശം നിറഞ്ഞതായിരുന്നു. ഒഡീഷയിലെ വിവിധ റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണങ്ങൾക്ക് മറുപടി പറഞ്ഞ കോൺഗ്രസ് പക്ഷപാത സമീപനം കമ്മീഷൻ തുടരുന്നു എന്ന് ആവർത്തിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ കനൌജിലും TMC നേതാവ് മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിയായ ബംഗാളിലെ കൃഷ്ണനഗറിലും പ്രവചനം അപ്രസക്തമാക്കി ഇരുവിഭാഗങ്ങളും ശക്തമായ പ്രചരണമാണ് അവസാന ദിവസം നടത്തിയത്. യൂസഫ് പത്താൻ, അധിർ രഞ്ജൻ ചൗധരി പോരാട്ടം നടക്കുന്ന ബഹ്റാംപൂരിൽ വൈകിട്ടോടുകൂടി പ്രചരണത്തിന് തിരശ്ശീല വീണു. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ഇന്നായിരുന്നു അവസാന പ്രചരണ ദിവസം. 24 ഡൽഹി. കൊല്ലത്ത് 24 പ്രതിനിധി അരുൺ രാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് FIR. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിംഗിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺ രാജിനെ ആക്രമിച്ചത്. കത്തിയും ബിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ചോ ഇല്ല. ഇവിടുത്തെ 24 പുച്ചോ കാണിച്ചാലേ അവരെ മീശയോ മൊത്തം ഓരോന്ന് പിടിയെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺ രാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺ രാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി FIR-ൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഏരൂരിൽ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചുപോയ കിടപ്പ് രോഗിയായ വയോധികനെ മൂവാറ്റുപുഴയിലെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റി. ബന്ധുക്കളെ വിളിച്ചുവരുത്തി പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 24 വാർത്തയ്ക്ക് പിന്നാലെ 75 വയസ്സുള്ള ഷൺമുഖനെ നഗരസഭാ അധികൃതർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മകൻ അജിത്ത് വേളാങ്കണ്ണിയിലാണെന്നാണ് വിവരം. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മന്ത്രി ബിന്ദുവും റിപ്പോർട്ട് തേടി. മകനിവിടെ ഉപേക്ഷിച്ചു പോയതാണോ? ഉപേക്ഷിച്ച് വീട്ടുസാധനങ്ങൾ എടുക്കാൻ മറക്കാതിരുന്ന മകൻ ചലനശേഷി പോലുമില്ലാത്ത തന്നെ മറന്നെന്ന് ഒരു പിതാവ് വേദനയോടെ പറയുന്നു. 24 മണിക്കൂറാണ് ഷൺമുഖൻ ഭക്ഷണമോ തുള്ളി വെള്ളമോ കിട്ടാതെ വാടക വീട്ടിൽ ഒറ്റപ്പെട്ടത്. വീട്ടുടമ സുനിലിന്റെ തുണ കൊണ്ട് ജീവൻ ബാക്കിയായി. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോയി. പക്ഷെ അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ്. മിനിഞ്ഞാന്ന് രാത്രി പോയതാ. 3 മക്കളെ വളർത്തി വലുതാക്കിയ പിതാവിനാണ് ഈ ദുരവസ്ഥ. 24 വാർത്തയ്ക്ക് പിന്നാലെ തൃപ്പുണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ KK പ്രദീപ് കുമാറിന്റെ ഇടപെടൽ. താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് അവർ അടിയന്തരമായിട്ട് ടീം എത്തും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ഈ ഉപേക്ഷിച്ച് പോയത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തി. മറ്റു മക്കളും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ ഷൺമുഖനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട്ടു സാധനങ്ങളുടെ വില പോലും സ്വന്തം അച്ഛന് നൽകാത്ത മകൻ ഉപേക്ഷിച്ച അച്ഛൻ പൊതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി മകനെതിരായിട്ട് നിയമപരമായ നടപടികളാണ് പൂർത്തിയാകാനുള്ളത്. ക്യാമറാമാൻ അരുണിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി.
സംസ്ഥാനത്ത് ആശ്വാസമായി വേനൽ മഴ. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഉടുമ്പൻചോലയിലും ശക്തമായ മഴ ലഭിച്ചു. എറണാകുളത്ത് മിന്നലിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം വേനൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഉടുമ്പൻചോലയിലും വേനലിന് ആശ്വാസമായി മഴയെത്തി. കോതമംഗലത്ത് മിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. മാവിൻചുവട് പെട്രോൾ പമ്പിന് സമീപത്തെ തെങ്ങിനാണ് തീപിടിച്ചത്. മൂവാറ്റുപുഴ പായിപ്രയിൽ വൻ തേക്കുമരം മിന്നലേറ്റ് പിളർന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ തിങ്കളാഴ്ചയും യെല്ലോ മുന്നറിയിപ്പുണ്ട്. കാറ്റോടുകൂടിയ മഴയ്ക്കൊപ്പം ഉച്ചയ്ക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലും ഉണ്ടാകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തതിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തുടരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്ക് മാപ്പു നൽകാൻ കഴിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ കാലുവാരിയില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കുറിപ്പിൽ വിമർശനമുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ് തുടക്കം. ഫോട്ടോ പുറത്തുവന്നതോടെ പെരിയ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രമോദ് പെരിയയെ മാറ്റി. നടപടി ഏകപക്ഷീയമാണെന്നാരോപിച്ച് പ്രമോദ് പെരിയ രംഗത്തെത്തുകയും ചെയ്തു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റും പെരിയ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ T രാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെ വിവാഹ ചടങ്ങിലുണ്ടായിരുന്നെന്ന് പ്രമോദ് പെരിയ തുറന്നടിച്ചു. ഇതോടെയാണ് രക്തസാക്ഷികളുടെ ആത്മാക്കളെ നേതാക്കൾ വേദനിപ്പിച്ചെന്നാരോപിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തിയത്. രക്തസാക്ഷികളെ മറന്നവർ എത്ര ഉന്നതരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാനാകുമെന്നും കുറിപ്പിലുണ്ട്. 24 കാസർഗോഡ്. കണ്ണൂർ ആറളം ഫാമിൽ വനംവകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്കാണ് വനംവകുപ്പ് സംഘം രക്ഷപ്പെട്ടത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ആറളം ഫാമിലെ 6ാം ബ്ലോക്കിൽ കാട്ടാനയെ തുരത്താനെത്തിയ വനംവകുപ്പ് സംഘത്തെയാണ് കാട്ടാനയും കുട്ടിയാനയും ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും സഞ്ചരിച്ച ജീപ്പിന് നേരെ ആനകൾ പാഞ്ഞെടുക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. ശബ്ദമുണ്ടാക്കിയതോടെ കാട്ടാന പിന്തിരിയുകയായിരുന്നു. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് കിഴക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചുമലിനും വാരിയലിനും ഗുരുതര പരിക്കേറ്റ ബിനേഷ് ചികിത്സയിലാണ്. 24 കണ്ണൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.